കടലേറ്റം അതിരൂക്ഷമായ കണ്ടമാനി അടക്കമുള്ള കൊച്ചിയുടെ തീരപ്രദേശങ്ങളെ സംരക്ഷിക്കണം എന്ന ആവശ്യവുമായി വൈദികരുടെ പ്രതിഷേധം. ഇന്ന് തോപ്പുംപടിയിൽ ലത്തീൻ സഭയുടെ എറണാകുളം, ആലപ്പുഴ അതിരൂപതകൾ സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്യാം, എപ്പോഴും ഇവരുടെ ആവശ്യമാണ് ഇത്തരത്തിൽ ഈ കടലേറ്റം തടയണമെന്ന് ആവശ്യപ്പെട്ടത്. ഓരോ കാലത്തും ആ ആവശ്യം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ വൈദികരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എപ്പോഴാണ് ഈ പ്രതിഷേധം ഉണ്ടാവുക? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം? കൊച്ചി, ആലപ്പുഴ രൂപതകളിലെ 100-ലധികം വൈദികരാണ് ഈ തീരസംരക്ഷണം എന്ന കടലോര ജനതയുടെ ആവശ്യത്തിന് ഐക്യദാർഢ്യവുമായിട്ട് ഇന്ന് ഉപവാസം അനുഷ്ഠിക്കുന്നത്. രാവിലെ 10 മണിക്ക് തോപ്പുംപടി BOT പാലത്തിന് സമീപത്താണ് ഈ ഉപവാസം തുടങ്ങുന്നത്. ഈ 2 രൂപതകളിൽ നിന്നുള്ള വൈദികരെത്താൻ കാരണം ചെല്ലാനം ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഭൂരിഭാഗം പള്ളികളും അത് ആലപ്പുഴ രൂപതയുടെ കീഴിലാണ്, മറ്റ് കടൽ മേഖലകളിൽ കൊച്ചി രൂപതയുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് ഒരു ഒന്നായ രൂപം ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് 2 രൂപതകളും ഒരുമിച്ച് സമരം ചെയ്യുന്നത്. അടുത്ത ഘട്ടമെന്ന നിലയിൽ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് സർക്കാരിനെതിരായിട്ടുള്ള സമരം കൂടുതൽ കടുപ്പിക്കുമെന്നുള്ളതാണ് ഇന്ന് ഈ സമരസമിതി അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് 3-ന് കോട്ടപ്പുറം രൂപത ബിഷപ്പാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ആ രൂപത്തിൽ വിശ്വാസികളെ സഭയുടെ നേതൃത്വത്തിൽ ഒറ്റ സമരമായി അണിനിരത്താനുള്ള ഒരു നീക്കമാണ് സഭയുടെ നേതൃത്വത്തിൽ ഇന്ന് ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 100-ലധികം വൈദികരെ ഉൾപ്പെടുത്തിക്കൊണ്ട് BOT പാലത്തിന് സമീപം തോപ്പുംപടിയിൽ പ്രതിഷേധ സംഗമം രാവിലെ 10 മണിക്ക് ആരംഭിക്കുക.